നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 1.08%, S&P 500 0.99%, നാസ്ഡാക്ക് 0.88% പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം അമേരിക്കയിൽ റേറ്റ് കട്ടിനുള്ള സാധ്യത കുറവാണെന്നുള്ള കാൽക്കുലേഷൻ, അതുപോലെ അവിടുത്തെ സർവേയുടെ 30% താഴെയായിരുന്നു റേറ്റ് കട്ടിനുള്ള സാധ്യത. അതുമൂലം അമേരിക്കൻ മാർക്കറ്റ് കുറച്ച് സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ, അൺഎംപ്ലോയ്മെന്റ് വളരെയധികം വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിന്റെ ഫെഡിന്റെ പല ഒഫീഷ്യൽസും, ഫെഡ് റിസർവ് ബാങ്കിന്റെ ബോസ്റ്റന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ന്യൂയോർക്ക് ഫെഡ് ചെയർമാനും ഇതുപോലെ ഈ അൺഎംപ്ലോയ്മെന്റ് ഇതുപോലെ ഹയർ ലെവലിൽ തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ റേറ്റ് കട്ടിന് തയ്യാറായേക്കും എന്ന തരത്തിലുള്ള ഒരു കമന്റ് വന്നിരുന്നു. റേറ്റ് കട്ട് വന്നാൽ ജോബ് മാർക്കറ്റിനെ അതുപോലെ കമ്പനികളെയൊക്കെ സഹായിക്കുമെങ്കിലും ഇൻഫ്ലേഷൻ അത് കൂടുന്ന ഒരു ഭീഷണിയാണ്. അപ്പോൾ ഇതേ തുടർന്ന് 2 FOMC മെമ്പേഴ്സ് തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെപ്പറ്റി FOMC മിനിറ്റിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതേ തുടർന്ന് വീണ്ടും ഒരു റേറ്റ് കട്ട് ഹോപ്പ്, അതായത് അൺഎംപ്ലോയ്മെന്റിനെ പരിഹരിക്കാൻ വേണ്ടി ഒരു റേറ്റ് കട്ട് ഹോപ്പ് വന്നതിനെ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും പോസിറ്റീവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഈ 30% എന്നുള്ള ആ റേറ്റ് കട്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ 70%ലേക്കുള്ള ചാൻസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക ഈ പവലിന്റെ ഭരണകാലത്ത് റേറ്റ് കട്ടിനുള്ള സാധ്യത കുറവാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കമന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് റേറ്റ് കട്ട് ഹോപ്പാണ് മാർക്കറ്റിൽ ഇപ്പോൾ കയറാൻ ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഓൾ ടൈം ഹൈ അടുത്ത് 30 പോയിന്റ്സ് അടുത്ത് വരെ എത്തിയിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. മാർക്കറ്റ് ടെക്നിക്കലി ഇനിയുള്ള ദിവസങ്ങളിൽ ഹൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്രൂഷ്യലാണ്. ഒരു 26,250 മുകളിൽ, അതായത് ആ ഹൈ കട്ട് ചെയ്ത് പോകേണ്ടത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഫോൾസ് ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും പോസിറ്റീവ് ന്യൂസുകളാണ് വരുന്നത്. ഹൈ കട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. എങ്കിൽ പോലും ടെക്നിക്കൽ ഫിഗേഴ്സ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 26,250, 270 എന്നുള്ള ലെവല് കട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വെച്ച് സപ്പോർട്ട് കാണുന്ന 26,011, 25,970, 25,930 ലെവലുകളിലൊക്കെയാണ് സപ്പോർട്ട് കാണുന്നത്. ഇന്നിപ്പോൾ മാർക്കറ്റ് പൊതുവെ ഒരു 80 to 90 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരുപക്ഷെ 180 ലെവലുകളിലേക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലയിലുള്ള റെസിസ്റ്റൻസ് കണക്കാക്കി വേണം ആൾക്കാർ ട്രേഡ് എടുക്കാൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡേറ്റ ഉള്ളത് റഷ്യ ഉക്രൈൻ വാർ നിർത്താൻ വേണ്ടി ട്രംപിന്റെ മധ്യസ്ഥതയിൽ കുറച്ച് പുതിയ പ്ലാൻ പദ്ധതികൾ തയ്യാറാക്കുന്നത് റഷ്യക്ക് ഫേവർ ആണെന്നുള്ള രീതിയിൽ യൂറോപ്യൻ യൂണിയൻ മറ്റും എതിർത്തിട്ടുണ്ട്. TCSന് അമേരിക്കയിൽ ഒരു 1,700 കോടി രൂപയുടെ കോർട്ട് വിധി വന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, ഇന്ന് ജപ്പാൻ മാർക്കറ്റിന് ഹോൾഡേ ആണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഡേറ്റ ആണ്. അതുപോലെ ഇന്ത്യ US ട്രേഡ് ഡീല് ഒരുപക്ഷെ ഈ ആഴ്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ ഒരു ട്രൈലാറ്ററൽ പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. ടെക്നോളജി, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ്, ക്ലീൻ എനർജി, അത്തരം കാര്യത്തിലൊക്കെയാണ്. അതുപോലെ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഇതുപോലെ വീണ്ടും ഒരു പാർട്ണർഷിപ്പ് ടെക്നോളജിയുടെ കാര്യത്തൊക്കെ വീണ്ടും വരുന്നുണ്ട്. G20 മീറ്റിംഗിൽ നേതാക്കന്മാർ തമ്മിൽ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പുതിയ ടൈപ്പുകൾ വരുന്നത്. മറ്റൊന്ന്, ഐഫോണിന്റെ എക്സ്പോർട്ട് ഏതാണ്ട് 3.44 മില്യൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം എക്സ്പോർട്ട് കുറഞ്ഞ, US എക്സ്പോർട്ട് കുറഞ്ഞതായിട്ടാണ്